എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പച്ച മാങ്ങയും ഉണക്കസ്രാവും കൂടിയിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതാണ് ഉണക്കമീൻ ഉള്ളതെന്ന് വെച്ചെങ്കിൽ എല്ലാ മീനും ഇതേപോലെ തന്നെ വെക്കാട്ടോ. വളരെ ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതിനായിട്ട് ഉണക്കസ്രാവ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് നല്ല വൃത്തിയാക്കി കഴുകി വെള്ളം വാർന്നതിന് ശേഷം വെച്ചതാണിത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ, ഒരു 4 ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല പൊടിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ഒരു മീഡിയം സൈസിലുള്ളത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളിയും കൂടെ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടണം. പിന്നെ അതിനായിട്ട് ഞാൻ ഇതേപോലെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചമുളകാണ് ഇടുന്നത് കേട്ടോ. എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ചൊരു എരിവോടും പുളിയോടും കൂടിയിട്ടാണ് ഈ കറി നന്നായിരിക്കുക. അപ്പോൾ ഞാനിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നന്നായിട്ട് ഉണക്കമീനിലുണ്ട്. പിന്നെ നമ്മൾ മാങ്ങയിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് അതിലുള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി അതേപോലെ പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് എത്രയാണ് ആവശ്യം വെള്ളം എന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ആദ്യം തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായി കട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി തിളച്ചതിന് ശേഷം നമുക്ക് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരുമിച്ചാണ് ഞാൻ മീനും മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അത് മീൻ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തിയിട്ടതല്ലേ, അപ്പോൾ ഇതിൽ ഒന്നുകൂടി കിടന്ന് വെന്ത് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കഴുകി എടുത്തിട്ടുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വെള്ളം മീനും മാങ്ങയും ഒക്കെ ഒപ്പം വെക്കാം കേട്ടോ. ഇത് മാങ്ങ നന്നായി പെട്ടെന്ന് ഉടഞ്ഞു വരുന്ന മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഒപ്പം ഇടുന്നത്. ഒരു 2 തിളക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്നും കൂടെ മൂടി വെക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയുടെ പാകമായിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്ത് മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മാങ്ങ അധികം ഉടഞ്ഞു പോവണ്ട, അധികം വേവില്ലാത്ത മാങ്ങ ആയതുകൊണ്ട്. വേവുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ മതി കേട്ടോ. പിന്നെ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ അരപ്പ് ഒഴിക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അരപ്പ് നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒന്ന് പതഞ്ഞ് വരുന്ന ആ തരത്തിലാവുമ്പോഴാണ് ഫ്ലെയിം ഓഫാക്കേണ്ടത്. നന്നായി തിളച്ച് പോവണ്ട. ഈ ഒരു കറി ഇങ്ങനെയാണ് വെക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് ഇനി നമുക്കിതിലേക്കൊന്ന് തൂമിച്ച് ഒഴിക്കേണ്ടത്. പതഞ്ഞ് വരുമ്പോൾ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതങ്ങനെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തൂമിച്ച് ഒഴിക്കുകയാണ് വേണ്ടത് കേട്ടോ. ചുവന്നുള്ളിയാണ് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി കുറച്ച് കൂടുതലിട്ടിട്ട് തൂമിച്ചൊഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക്. കുറച്ച് ചുവന്നുള്ളി തൂമിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ട് അതിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഉണക്കമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്നിങ്ങനെ വാടി വരുന്ന സമയത്ത് അതിട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായി മൂത്തോളും. ഒരു സിം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ.
പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു മുളകും അതിൽ കിടന്നിട്ട് ആ ചൂടിൽ ഇങ്ങനെ മൂത്ത് കിട്ടണം. ആ മുളക് ഒന്നിങ്ങനെ മൂത്ത് വരുന്നതും വളരെ നല്ലൊരു ഇതാണ്. ആദ്യം മുളക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് സിം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. കറികളൊക്കെ തൂമിച്ചൊഴിച്ചാൽ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് എടുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും അത് നല്ലൊരു കുറുകിയ ചാറായിട്ട് കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉണക്കസ്രാവും മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ്, പക്ഷേ ഓരോരുത്തർ ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.